കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫോണിന്റെ ഡിസ്പ്ലേയിൽ ലൈൻ വീണിട്ടുണ്ടെന്ന്. അടിച്ചു പോണേക്ക് മുന്നേ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്നംകുളത്തേക്ക് ആയിട്ട് പോണത്. പിന്നെ ഈ ഒരു കണ്ണട വെക്കണത് ഞാൻ സൗന്ദര്യം കൂട്ടാനോ സൗന്ദര്യം കുറയ്ക്കാനോ ഒന്നും അല്ല കേട്ടോ. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കണ്ണട വെച്ച് കണ്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഭംഗിയുണ്ടെന്ന്, കുറച്ച് പേര് പറഞ്ഞു ഭംഗിയില്ലെന്ന്. അതുകൊണ്ട് പറഞ്ഞതാണ്. മെയിനായിട്ട് ബൈക്കുമ്മ യാത്ര ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് കാറ്റടിച്ച് കണ്ണെന്ന് എനിക്ക് നല്ല വെള്ളം വരും എന്നിട്ട് ഭയങ്കര ഒരു അലർജി പോലെ എനിക്ക് തോന്നുക കേട്ടോ. അതുകൊണ്ടാണ് ഈ ബൈക്കുമ്മ പോകുമ്പോൾ ഈ ഒരു സംഭവം ഞാൻ വെക്കണത്. പിന്നെ നെയ്റ്റ് എന്തായാലും വെക്കും, കാരണം പ്രാണികളൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ണിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമ്മളിവിടെ എരുമപ്പെട്ടി എത്തിയിട്ടുണ്ട്. നമ്മുടെ തേജപ്പനെ ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുമ്പോൾ 2 വർഷം മുന്നേ കേട്ടോ ഈ ഒരു ഡേ കെയറിലാക്കിയിട്ടാ പോയിടുന്നത്. ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ ഇവിടെ കേട്ടോ. അപ്പൊ ഇവിടെ കാണുമ്പോൾ ഒരു നൊസ്റ്റ് അടിച്ചു. പിന്നെ നമ്മളിതേ കുന്നംകുളത്ത് എത്തിയിട്ട. പിന്നെ കുന്നംകുളത്തെ വിൻഷേട്ടന്റെ കുറെ ഓർമ്മകൾ ഇങ്ങനെ പറയണത് കേൾക്കേണ്ടി വരും കേട്ടോ. അപ്പൊ വിൻഷേട്ട ഫോൺ ഗാലറിയിൽ കഴിഞ്ഞ ഒരു 2 കൊല്ലം മുന്നേ ഫോൺ ഗാലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ തന്നെയാണ് ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ വന്ന് കുറച്ചേരെ വിൻഷേട്ടന്റെ ഫ്രണ്ട്സ് അല്ല കുറേ പേരുണ്ട് കേട്ടോ. വിൻഷേട്ടന് കുന്നംകുളത്തും ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. കാരണം 2 വർഷം മുന്നേ വിൻഷേട്ടൻ കുന്നംകുളത്ത് ഈ ഒരു ഫോൺ ഗാലറിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുന്നേ വേറെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മാരേജിന് മുന്നേ വിൻഷേട്ടൻ കോമളയിലാട്ടോ വർക്ക് ചെയ്തിരുന്നതുകൊണ്ട് കുന്നംകുളത്ത് ഒരുവിധമൊക്കെ വിൻഷേട്ടന് കോൺടാക്ട്സ് ഉള്ളതാണ്. പിന്നെ നമ്മൾ ബെമിൻ ചേട്ടനെ കാണാൻ ചെന്നു കേട്ടോ. മൈജിയിലേക്ക് ആളിപ്പോൾ അവിടെ വർക്ക് ചെയ്യണം. അവിടെ ചെന്നപ്പോഴേ നമ്മുടെ iPhone 70 Pro Max ഇരിക്കുന്നു. പോരുന്ന എൻ്റെ കൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു, പക്ഷെ പോകുന്നില്ല കേട്ടോ ആളുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. വിൻഷേട്ടൻ പുതിയ സീരീസ് ഇറങ്ങിയതൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോണിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതേ ബെമിൻ ചേട്ടനോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് ടാറ്റ പറഞ്ഞിട്ട് ഇതേ പോരാട്ടോ. അപ്പം നമ്മൾ വന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ നടന്നിട്ടില്ല കേട്ടോ. ഒന്നെങ്കിൽ ഫോണിന്റെ ഡിസ്പ്ലേ ശരിയാക്കി അങ്ങനെ കുറച്ച് പ്ലാനിലായിരുന്നു പോകുന്നത്. പക്ഷെ വേറൊരു പ്ലാനിലേക്ക് എത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോകുന്നത്. അപ്പോൾ ഇത് ഏതാ ഷോപ്പ് എന്ന് ചോദിച്ചൊക്കെ അറിയില്ല. നമ്മളിത് വെജ് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാം. എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞപ്പോഴേ ചോറ് എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ നമ്മൾ കയറിയതാണ്. അപ്പോൾ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ അങ്ങനെ ചട്ടിച്ചോറ് കഴിക്കണം പറഞ്ഞ് നടക്കണു. കറക്റ്റായിട്ട് ഇവിടെ ചോദിച്ചപ്പോൾ സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ചട്ടിച്ചോറാണ് പറഞ്ഞത്. ഓംലേറ്റും ചിക്കനും മീൻകറിയും അവിയലും ബീഫും അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ അങ്ങനത്തെ വിഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങി. ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ടാ ചോറിന്റെ ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു 3 ആൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. തുടക്കത്തിന്റെ ആവേശത്തിൽ ഞാൻ വിൻഷേട്ടൻ്റെ അടുത്ത് തള്ളിയിട്ടോ. അത് ഫുള്ള് ഞാൻ കഴിക്കും, തരില്ല കേട്ടോ, അത് ഫുള്ള് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിച്ചപ്പോഴേക്കും എൻ്റെ വയറ് പെട്ടെന്ന് വീർത്ത് തുടങ്ങി. എന്നിട്ടും കുറേ ചോറ് ബാക്കി, അത്രയും ക്വാണ്ടിറ്റിയിലാട്ടോ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പം ഉണ്ടല്ലോ സദ്യ എത്ര കഴിച്ചാലും അടുക്കാത്തൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സാമ്പാർ കേട്ടോ. വെറും ചോറും സാമ്പാറും എവിടെ നിന്ന് ചെന്നാലും ഞാൻ ചോറും സാമ്പാറും കിട്ടുമെന്ന് നോക്കുക. കാരണം സാമ്പാർ പല സ്ഥലത്തും പല രീതിയിലാണ്, പല ടേസ്റ്റ് എനിക്ക് തോന്നാറുണ്ട് സാമ്പാറിന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചോറും സാമ്പാറും ഒരു വികാരമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വിൻഷേട്ടത്തെ നെയ്ച്ചോറും ബീഫോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ നെയ്ച്ചോറും ബീഫും നമ്മൾ തേജപ്പനെ പാക്ക് ചെയ്യുക ചെയ്തത്. കാരണം ചോറിന്റെ ക്വാണ്ടിറ്റി അത്ര ഉള്ളതുകൊണ്ട് എൻ്റെ ബാക്കി ഫുള്ള് ചോറും ഇതൊക്കെ വിൻഷേട്ടനായിട്ട് കഴിച്ചത്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്കായിട്ട് പോണത്. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.